ഹായ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ അടുത്ത നെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി. ഇപ്പം കഴിഞ്ഞ തവണ നെറ്റ് പരീക്ഷ എഴുതിയവരുണ്ടാവും, ആദ്യമായിട്ട് നെറ്റ് എഴുതാൻ പോകുന്നവരുണ്ടാവും. ആദ്യമായിട്ട് എഴുതാൻ പോകുന്നവരെ സംബന്ധിച്ച് ആകെ ഒരാകാംക്ഷയാണ്, ഇതെങ്ങനെയായിരിക്കും ഈ പരീക്ഷ, എന്തൊക്കെയായിരിക്കും ചോദിക്കുക, നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ പഠിച്ചിട്ട് കാര്യമുണ്ടോ, ഇങ്ങനെ പലരുടെ ഉപദേശങ്ങൾ കേട്ട് നടന്നിട്ട് കാര്യമുണ്ടോ, അങ്ങനെ പല ആകാംക്ഷകളുണ്ടാവും. ഈ ആകാംക്ഷകളൊക്കെ എല്ലാവർക്കും സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ്. ഇനി പലതവണ പരീക്ഷ എഴുതിയവരാണെങ്കിലും അല്ലേ, പരീക്ഷ എഴുതി പദം വന്നവരും അല്ലേ, അങ്ങനെയുള്ളവരുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവരെ സംബന്ധിച്ചാണെങ്കിൽ പോലും അവർക്കും കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടാവും. അടുത്ത തവണത്തെ പരീക്ഷ നേരത്തെ എഴുതിയതുപോലൊക്കെ തന്നെ ആയിരിക്കുമോ, അല്ലെങ്കിൽ കുറച്ച് പ്രയാസമായിരിക്കുമോ, കട്ട് ഓഫ് എങ്ങനെയായിരിക്കും, ഇനി ഇത്തവണ മുതൽ UGCയുടെ മാറിയ നിയമം അനുസരിച്ച് എങ്ങനെയായിരിക്കും അവർ റിസൾട്ടിൽ മാറ്റം കൊണ്ടുവരിക അല്ലേ. ഇനി മുതൽ PhD അഡ്മിഷന് പോലും നെറ്റ് പരീക്ഷയ്ക്ക് ഒരു ക്വാളിഫിക്കേഷൻ അത്യന്താപേക്ഷിതമാണ് എന്ന് UGC പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ വേറൊരു കാറ്റഗറി ആയിട്ട് ക്വാളിഫൈഡ് ഫോർ PhD അഡ്മിഷൻസ് ഒൺലി എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഓഫ് റിസൾട്ട് കൂടി അവർ ഇൻക്ലൂഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഏതെങ്കിലും ഒരു കാറ്റഗറിയിലെങ്കിലും കടന്നുകൂടി കഴിഞ്ഞാൽ PhD എടുത്തതിന് ശേഷം നമ്മൾ ടീച്ചിങ്ങിലേക്ക് പോകാനായിട്ട് പറ്റും അല്ലേ. അങ്ങനെ ഒരു സാധ്യത കൂടിയുണ്ട്. ഇനി മുതൽ എല്ലാ യൂണിവേഴ്സിറ്റികളും നടത്തുന്ന എൻട്രൻസുകളൊക്കെ നിർത്തലാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു മാർഗത്തിലേക്കാണ് UGC പോയിരിക്കുന്നത്. വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഒരു ഏകീകൃതമായിട്ടുള്ള ഒരു സ്വഭാവം പരീക്ഷകൾക്കെല്ലാം ഉണ്ടാവും. യൂണിവേഴ്സിറ്റികൾ നടത്തുന്ന പരീക്ഷകൾക്ക് ഓരോ പ്രദേശമനുസരിച്ച് മാറ്റങ്ങളുണ്ടാവും, ഓരോ യൂണിവേഴ്സിറ്റിയുടെ സിലബസിനനുസരിച്ച് മാറ്റം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഓരോ സിലബസിനനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുള്ളൊരു പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രശ്നമൊക്കെ മാറിയിട്ടുണ്ട്. എല്ലാം കൂടി ഒരൊറ്റ UGC CSIRൻ്റെ സിലബസിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ, ഒരു ജനറൽ ആയിട്ടുള്ള ഒരൊറ്റ പ്രിപ്പറേഷൻ മതി. പിന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ഇൻ്റർവ്യൂവിന് വേണ്ടി മാത്രമാണ്. ഇൻ്റർവ്യൂവിന് അല്ലെങ്കിലും നേരത്തെ ഒരു കാറ്റഗറി വെച്ചിട്ടാണെങ്കിൽ പോലും നമ്മൾ ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണമായിരുന്നു അല്ലേ. JRF കിട്ടിയാൽ പോലും നമ്മൾ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നമ്മൾ PhD അഡ്മിഷന് വേണ്ടി ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരു ടെസ്റ്റ് ഉണ്ടാവും, അവിടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും. അങ്ങനെയായിരുന്നു അവർ തിരഞ്ഞെടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനിയാണെങ്കിൽ പോലും അങ്ങനെ പല പ്രശ്നങ്ങളല്ല, അങ്ങനെ ടെസ്റ്റുകളും ഉണ്ടാകാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. കാരണം ആപ്ലിക്കൻസിൻ്റെ എണ്ണം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ചെറിയൊരു സ്ക്രീനിങ്, IIT പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അങ്ങനെ ഒരു സ്ക്രീനിങ് വെച്ചിട്ട് അവരുടെ ഒരു ഇൻ്റർവ്യൂ നടത്തിയിട്ടായിരിക്കും ചിലപ്പോൾ ആൾക്കാരെ തിരഞ്ഞെടുക്കാൻ സാധ്യത ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഒരു സ്ക്രീനിങ് ടെസ്റ്റിൻ്റെ സാധ്യത വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ അടുത്ത തവണ ഒരു മാറിയ രീതിയിലുള്ളൊരു പരീക്ഷയായിരിക്കും. ക്വസ്റ്റ്യൻ പാറ്റേണിൽ അങ്ങനെ മാറ്റമൊന്നും പ്രതീക്ഷിക്കേണ്ട. ക്വസ്റ്റ്യൻസ് പഴയ പോലെ തന്നെ ഒരു മികച്ച നിലവാരം പുലർത്തുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും. ചോദ്യ നിലവാരത്തിൽ യാതൊരു വിട്ടുവീഴ്ചയോ വെള്ളം ചേർക്കലോ CSIRൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ യാതൊരു തരവുമില്ല. ആകെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ എണ്ണം, ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം കൂടും. അത് മൂന്നാമതൊരു കാറ്റഗറി വരുന്നത് കൊണ്ട് മാത്രമാണ്. കാരണം ഇപ്പോൾ ഗവൺമെൻറ് എഡ്യൂക്കേഷന് വേണ്ടി ഫണ്ട് പഴയ പോലെ അങ്ങ് റിലീസ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ JRFൻ്റെ എണ്ണവും നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ളവരുടെ എണ്ണവും ഒക്കെ വളരെയധികം സ്ക്രീൻ ചെയ്തിട്ടാണ് അവർ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ പരീക്ഷയുടെ നിലവാരത്തിലൊരു കുറവും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ എല്ലാ ഭാഗത്തു നിന്നുമുള്ള ചോദ്യങ്ങളെല്ലാം ചെയ്ത് പഠിക്കുക എന്നുള്ളത് മാത്രമാണ്. പ്രോബ്ലത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പ്രോബ്ലംസ് കൂടുതൽ ചെയ്ത് പഠിച്ച് ഏത് രീതിയിലുള്ള പ്രോബ്ലം വന്നാലും അതിനെ അറ്റംപ്റ്റ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മൾ തന്നെ തയ്യാറാക്കിയെടുക്കണം. ഇനി പലതവണ എഴുതിയവരാണെങ്കിൽ അവർ കഴിഞ്ഞ തവണകളിൽ എഴുതിയ പരീക്ഷകളുടെ വീഴ്ചകൾ എന്തെല്ലാമാണ് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം അത് തിരുത്താനായിട്ടുള്ള ശ്രമം നടത്തുക. നമുക്ക് ചിലർക്ക് ടൈം മാനേജ്മെൻറ്റിൻ്റെ പ്രശ്നമുണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലേ. കാര്യങ്ങളെല്ലാം അറിയാമായിരിക്കും, നമ്മൾ പരീക്ഷയ്ക്ക് കയറി 1-2 ചോദ്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മളങ്ങനെ ഇരിക്കാൻ സാധ്യതയുണ്ട്. ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടിയതിന് ശേഷമേ ഞാൻ വേറൊരു ചോദ്യത്തിലേക്ക് പോകൂ എന്ന് പിടിവാശി പിടിച്ചിരിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് അവർ ആ ഒരു പിടിവാശിയൊക്കെ ഉപേക്ഷിച്ചിട്ട്
എല്ലാ ചോദ്യങ്ങളിലേക്കും എൻ്റെ കണ്ണെത്തും എന്നുള്ള രീതിയിൽ ഒരു പ്രിപ്പറേഷൻ നടത്തുന്നതാണ് നല്ലത്. ടൈം മാനേജ്മെൻറ്റ് പഠിക്കുക. പിന്നെ ചിലർക്ക് വരുന്ന പ്രശ്നം, അവർക്ക് കാര്യങ്ങളെല്ലാം അറിയാം, പ്രോബ്ലം ചെയ്യുന്നുമുണ്ട്, പക്ഷേ നിസ്സാരമായിട്ടുള്ള ചില കാര്യങ്ങളിലാണ് അവർക്ക് അശ്രദ്ധ മൂലം തെറ്റിപ്പോകാറുണ്ട്. ചില നെഗറ്റീവുകൾ ഇടാൻ മറന്നു പോകുന്നു, ചില ഫോർമുലകൾ, നിസ്സാരമായിട്ടുള്ള ഫോർമുലാസ് തെറ്റിപ്പോകുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ തിരുത്തേണ്ടതായിട്ടുണ്ട്. അത് അടിയന്തരമായിട്ട് തന്നെ തിരുത്തണം. പിന്നെ ചിലർക്ക് ടെൻഷൻ കൊണ്ട് ഇതെല്ലാം മറന്നു പോകുന്ന ഒരു സ്ഥിതി കാണാറുണ്ട്. ടെൻഷൻ, ഭയങ്കരമായ ടെൻഷൻ. അപ്പോൾ ടെൻഷൻ പോലെ നമ്മൾ പഠിച്ചതെല്ലാം മറന്നു പോകും. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. നമ്മൾ എത്ര സ്ട്രെയിൻ എടുത്തിട്ട് പഠിച്ച കാര്യമാണെങ്കിൽ പോലും നമ്മൾ അമിതമായിട്ട് ടെൻഷൻ അടിച്ചാൽ ആ കാര്യങ്ങളൊന്നും നമ്മുടെ മനസ്സിലുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെൻഷൻ ഒഴിവാക്കി വളരെ കൂളായിട്ട് പോയി പരീക്ഷ എഴുതുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യവുമില്ല. ടെൻഷൻ അടിച്ചാലും ടെൻഷൻ അടിച്ചില്ലെങ്കിലും ഈ പരീക്ഷയ്ക്കുള്ള ഒരു ചോദ്യം പോലും നമ്മൾക്ക് മാറാനായിട്ട് പോകുന്നില്ല, അല്ലേ? നമുക്കറിയാവുന്നതിൽ കൂടുതൽ ഒരു ചോദ്യം പോലും നമുക്ക് എഴുതാനും പറ്റുന്നില്ല. സോ അതുകൊണ്ട് ടെൻഷൻ അടിച്ചിട്ടും കാര്യമില്ല, അല്ലേ? ചെറിയൊരു ടെൻഷൻ ഉള്ളത് നല്ലതാണ് ഫോർ പ്രിപ്പറേഷൻ. നമുക്ക് കുറച്ച് ഊർജിതമായിട്ട് പഠിക്കാൻ നമുക്ക് ഒരു 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 എന്താണ് ഒരു എനർജി തരുന്നത് ചെറിയൊരു ടെൻഷൻ നല്ലതാണ്. അക്കാര്യത്തിൽ ഒരു ടെൻഷനും ഇല്ലെങ്കിൽ നമ്മൾ ഉഴപ്പികളായിട്ടും പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെറിയൊരു ടെൻഷൻ നല്ലതാണ്. നമ്മളെ ഈ പ്രിപ്പറേഷനിലേക്ക്, സ്റ്റഡീസിലേക്ക് പിടിച്ചു നിർത്താൻ ചെറിയൊരു ടെൻഷൻ നല്ലതാണ്. അത് അമിതമാകരുതെന്ന് മാത്രം. പിന്നെ മറ്റുള്ളവർ, വേറൊരു കാറ്റഗറി ഓഫ് ആൾക്കാർ, അവർ ഇതിനെപ്പറ്റി ഒന്നും ഒരു ബോധറേഷനും ഇല്ലാത്ത ഒരാൾക്കാരാണ്. പരീക്ഷയ്ക്ക് ഒരാഴ്ച മുന്നേ മാത്രം പുസ്തകം തുറന്ന് നമ്മൾ സെമസ്റ്റർ എക്സാമുകൾക്കും അല്ലെങ്കിൽ ഇൻറ്റേർണൽ എക്സാമുകൾക്കൊക്കെ പഠിക്കുന്ന ഒരു ലാഘവത്തോടെ പഠിക്കുന്ന ചില ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് ഇതൊന്നും അങ്ങനെയൊന്നും എളുപ്പത്തിൽ കിട്ടാൻ പോകുന്നൊരു കാര്യമല്ല. കാരണം ഒരു വർഷം പ്രിപ്പയർ ചെയ്തിട്ട് വളരെ ബുദ്ധിമുട്ടി ജയിക്കുന്ന ആ ഒരു പരീക്ഷയാണെങ്കിൽ ഒരാഴ്ചത്തെ പഠനം കൊണ്ട് ഇതെങ്ങനെ ജയിക്കാനാണ്? അതും നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. സോ ഇങ്ങനെ പല പല ചലഞ്ചസാണ് നമുക്ക് ഈ ഒരു പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട്, സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാവുന്നത്. ഇപ്പോൾ നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ നമ്മുടെ കുട്ടികളോടൊക്കെ നമ്മൾ പറയാറുണ്ട്, നിങ്ങൾ നമ്മുടെ ടൈം ടേബിൾ അനുസരിച്ച് അങ്ങ് പഠിക്കുക, അതിൻ്റെ പരീക്ഷകൾ എഴുതി പോവുക. അപ്പം ആ ഒരു ഒഴുക്കിനനുസരിച്ച് നിങ്ങളങ്ങ് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് അവസാനമാകുമ്പോഴത്തേനും നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള പഠനം നിങ്ങൾക്ക് എത്താനായിട്ട് പറ്റും. ആ ടൈം ടേബിൾ അനുസരിച്ച് ഫോളോ ചെയ്ത് വീക്കെൻഡ് എക്സാമുകൾ എഴുതി അതിനെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് വീണ്ടും മോഡൽ എക്സാമുകളൊക്കെ എഴുതി ക്യുമുലേറ്റീവായിട്ടുള്ള എക്സാമുകൾ എഴുതി അങ്ങനെ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിലുള്ളൊരു പ്രിപ്പറേഷൻ സാധ്യമാകും. പിന്നെ പ്രിപ്പയർ ചെയ്യുന്നവർ എപ്പോഴും ഞാൻ പറയാറുള്ളതാണ്, റിവിഷൻ എന്നുള്ള ഒരു കാര്യം കൂടി ഓർത്ത് വെക്കണം. കാരണം നമ്മൾ ഇന്ന് പഠിക്കുന്ന ഒരു കാര്യം നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേനും മറന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും നമ്മൾ പഠിച്ച കാര്യങ്ങളിലൂടെ ഒന്ന് കണ്ണോടിക്കാൻ സമയം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അത് ഉറക്കം മാറ്റി വെച്ചിട്ടാണെങ്കിൽ പോലും റിവിഷന് വേണ്ടി സമയം കണ്ടെത്തണം. റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ നമ്മൾ പഠിച്ചതൊക്കെ മറന്നു പോകും. വീണ്ടും നമ്മൾ റിവൈസ് ചെയ്യാൻ, ഒരു മാസം കഴിഞ്ഞ് റിവൈസ് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ ടോപ്പിക്ക് ഫ്രഷ് ആയിട്ട് കാണുന്നത് പോലെ ഇരിക്കും. നമ്മൾ പഠിച്ചതെല്ലാം മറന്നു പോയിട്ടുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ റിവിഷന് വേണ്ടി സമയം മാറ്റിവെക്കണം. പരീക്ഷകൾ എഴുതാനുള്ള സമയം മാറ്റിവെക്കണം. നമ്മുടെ ആപ്പിലുള്ള പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ നിങ്ങൾക്ക് വളരെ ഭയങ്കര ഉപകാരപ്രദമാണ്. കാരണം നിങ്ങൾ അവസാന പരീക്ഷയ്ക്ക് വേണ്ടി പോയിരിക്കുമ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇൻ്റർഫേസുമായിട്ടുള്ളൊരു അപരിചിതത്വം ഉണ്ടാകുന്നില്ല. കാരണം നിങ്ങൾ ഈ ഒരു ഇൻ്റർഫേസിൽ നിങ്ങൾ പരിചിതമാണ്. നിങ്ങളുടെ മൊബൈലിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പിൽ നിങ്ങൾ പരീക്ഷ എഴുതി പരിചിതമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു സ്ട്രെയിഞ്ച്നെസ് ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പരീക്ഷ എഴുതാനായിട്ട് പറ്റും. സോ നിങ്ങൾക്ക് കിട്ടുന്ന അവസരം പരിപൂർണമായിട്ട് ഉപയോഗപ്പെടുത്തുക, നന്നായിട്ട് പഠിക്കുക. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, കിട്ടുന്ന ആദ്യത്തെ ചാൻസിൽ രക്ഷപ്പെടാൻ നോക്കുക, അല്ലേ? ആദ്യത്തെ വണ്ടിക്ക് തന്നെ കയറി നാട് വിടുക എന്ന് പറയുന്ന പോലെ തന്നെ ആദ്യം കിട്ടുന്ന ചാൻസിൽ രക്ഷപ്പെടാൻ നോക്കുക. ഇനിയുള്ള ചാൻസ് എന്ന് പറയുന്നത് നമ്മുടെ ജൂണിലെ പരീക്ഷയാണ്. ആ ജൂണിലെ പരീക്ഷയ്ക്ക് വേണ്ടി കിട്ടുന്ന ആദ്യത്തെ പരീക്ഷ, ജൂണിലെ പരീക്ഷ, അതിന് പാസ്സാകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പാസ്സായി പോവുക. പിന്നെ ആ തലവേദനയും ഒഴിഞ്ഞു കിട്ടി.
കാരണം വൺസ് ക്വാളിഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ നിങ്ങൾ ക്വാളിഫൈഡ് ആണ്. അതുകൊണ്ട് ഇതിന് വാലിഡിറ്റി ലൈഫ് ലോങ് വാലിഡിറ്റി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിനെപ്പറ്റി നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഗേറ്റ് പോലെ 3 വർഷത്തെ 2 വർഷത്തെ ക്വാളിഫിക്കേഷന് ആ ഒരു വാലിഡിറ്റി മാത്രമേ ഉള്ളൂ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. ലൈഫ് ലോങ് വാലിഡിറ്റി ആയതുകൊണ്ട് തന്നെ 50 വയസ്സ് വരെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആകാനുള്ള നിയമമായി. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനത്തെ ഭയമൊന്നും വേണ്ട. ധൈര്യമായിട്ട് തന്നെ അടുത്ത തവണത്തെ പരീക്ഷയ്ക്ക് ക്വാളിഫൈ ചെയ്യാനുള്ള വഴികൾ നോക്കുക. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പെർട്ടർബേഷൻ തിയറിയാണ്. പെർട്ടർബേഷൻ തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പരീക്ഷയ്ക്ക് നിർബന്ധമായും ചോദ്യങ്ങളുണ്ടാവും. പെർട്ടർബേഷൻ തിയറി, വേരിയേഷൻ പ്രിൻസിപ്പിൾ, WKB അപ്രോക്സിമേഷൻ, ഈ അപ്രോക്സിമേഷൻ മെത്തേഡ്സ് അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. ഇപ്പോൾ പെർട്ടർബേഷൻ തിയറി നിങ്ങൾ പഠിക്കുമ്പോൾ 1 ഡയമെൻഷണൽ ബോക്സ്, ലീനിയർ ഹാർമോണിക് ഓസിലേറ്റർ, ഹൈഡ്രജൻ ആറ്റം, ഇങ്ങനത്തെ സിസ്റ്റംസ് എല്ലാം നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിട്ടുള്ള സിസ്റ്റംസ് എല്ലാം അതിൻ്റെ കാര്യങ്ങളും എല്ലാം നിങ്ങൾ ഇവിടെയും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പെർട്ടർബേഷൻ തിയറിയിൽ നിന്ന് നിർബന്ധമായും ഒരു 2 ചോദ്യങ്ങളെങ്കിലും നമ്മൾ ഒരു തവണ പരീക്ഷയ്ക്ക് എക്സ്പെക്റ്റ് ചെയ്തേ പോകാവൂ. അതുപോലെ തന്നെ ഇത് ചെയ്യുമ്പോൾ ഇൻ്റഗ്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ്റഗ്രേഷൻ ചെയ്യാൻ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഇൻ്റഗ്രേഷൻ ഈസ് എ മസ്റ്റ് നീഡഡ് ടൂൾ. ഓക്കെ, അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പഠിച്ച 1 ഡയമെൻഷണൽ ബോക്സ്, ലീനിയർ ഹാർമോണിക് ഓസിലേറ്റർ, ഇതിൻ്റെയൊക്കെ എക്സ്പെക്റ്റേഷൻ വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്, പിന്നെ ഇതിൻ്റെയൊക്കെ പ്രോപ്പർട്ടീസ് അതെല്ലാം അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഹൈഡ്രജൻ ആറ്റം ആണെങ്കിലും അതിൻ്റെ എല്ലാ എക്സ്പെക്റ്റേഷൻ വാല്യൂസ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത്രയുമാണ് പെർട്ടർബേഷൻ തിയറിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. പെർട്ടർബേഷൻ തിയറി ആണെങ്കിലും ടൈം ഡിപ്പെൻഡൻ്റ് ഉണ്ട്, ടൈം ഇൻഡിപെൻഡൻ്റ് ഉണ്ട്. പിന്നെ അതിൽ ഫസ്റ്റ് ഓർഡർ കറക്ഷൻ, സെക്കൻഡ് ഓർഡർ കറക്ഷൻ, ഫസ്റ്റ് ഓർഡർ കറക്ഷൻ ടു വേവ് ഫംഗ്ഷൻ, ഫസ്റ്റ് ഓർഡർ കറക്ഷൻ ടു എനർജി, സെക്കൻഡ് ഓർഡർ കറക്ഷൻ ടു വേവ് ഫംഗ്ഷൻ, സെക്കൻഡ് ഓർഡർ കറക്ഷൻ ടു എനർജി, ഇതെല്ലാം ഈ മുമ്പേ പറഞ്ഞ സിസ്റ്റങ്ങൾക്കെല്ലാം ആപ്ലിക്കബിൾ ആണ്. പിന്നെ അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും. അപ്പോൾ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരേ പ്രോബ്ലം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരിക എന്നുള്ളതല്ല. വളരെ മനോഹരമായിട്ടുള്ള നല്ല പ്രോബ്ലംസ് ഉണ്ടാവും. നമ്മൾ ചോദ്യം വായിച്ച് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുക്കുമെങ്കിലും വളരെ എളുപ്പത്തിൽ നമുക്ക് കോൺസെപ്റ്റ് അറിയാമെങ്കിൽ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ തന്നെയായിരിക്കും. ഇപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിൽ നിന്ന് പെർട്ടർബേഷൻ തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്ര പ്രാധാന്യത്തോടെ നിങ്ങൾ പഠിക്കേണ്ടതുമാണ്. ക്ലിയർ, മനസ്സിലായെന്ന് കരുതുന്നു. സോ ലെറ്റ് us start our discussion regarding perturbation theory. And I told you perturbation theory is of 2 types. Perturbation theory can be classified into 2. One is time independent perturbation theory, time independent perturbation theory, and time dependent perturbation theory. Time dependent perturbation theory. So what is this perturbation and why is it needed? How is it applied? What is the use of perturbation? See, these are the things that we need to know. So how is perturbation applied? So this perturbation is nothing but it is a simple disturbance applied to a system. It's a disturbance only. So how can this disturbance be implemented to a system which is well known to us? എങ്ങനെ ഇത് അപ്ലൈ ചെയ്യാം? See, I have a 1-dimensional box. I have a 1-dimensional box whose boundaries are extending to infinity, and I know the unperturbed Hamiltonian. Unperturbed Hamiltonian is represented as H0, unperturbed Hamiltonian. And this has unperturbed wave function also, unperturbed wave function which is a psi 0. And I have energy, unperturbed energy also, En0. The specialities of these unperturbed parameters are that they are well known and well defined. We know what is the unperturbed energy, what is the unperturbed wave function, and what is the unperturbed Hamiltonian. We all know this, isn't it? How we know?
we know when this Hamiltonian acts on the unperturbed wave function, we will get unperturbed energy. By using this eigenvalue equation, we know, isn't it? നമുക്ക് ഈ ഐഗൻ വാല്യൂ ഇക്വേഷൻ നമുക്കറിയാം, നമ്മളിത് പലതവണ അപ്ലൈ ചെയ്തിട്ടുമുണ്ട്, ഇതിനകത്ത് പല പാരാമീറ്റേഴ്സും നമ്മൾ കണ്ടുപിടിച്ചിട്ടുമുണ്ട്, ശരിയല്ലേ? ശരി. സോ ദീസ് ഓൾ തിങ്സ് ആർ വെൽ നോൺ, ആൻഡ് ടു ദിസ് വെൽ നോൺ system I am applying a perturbing potential. See, this perturbing potential H prime is applied. This is called a perturbing potential. Perturbing potential. So what is this perturbing potential? It may be simply a tick, just a tick to the bottom of the surface of this one-dimensional box. It is a disturbance. So that disturbance will make the system perturbed. Clear? So this perturbing potential is applied. So we can say that the total Hamiltonian of the system H is equal to H0 plus H prime. H0 plus H prime. So the total Hamiltonian of the system H is equal to H0 plus H prime. Clear? So that is the total Hamiltonian of the system. And this H prime, this is not simply a single term. So H prime is not a single term only, but it can be expanded in terms of the strength of perturbation. It can be expanded in terms of the strength of perturbation. So it can be expanded as lambda H1 plus lambda square H2 plus lambda 3 lambda cube H3 plus etc. So lambda H1 lambda square H2 plus lambda cube H3 etc. So this is called, this is strength, this is based on, this expansion is based on the strength of perturbation. Strength of perturbation. This is based on the strength of perturbation. Clear? So also since H is equal to H0 plus H prime, the wave function, total wave function psi is equal to the unperturbed wave function plus the perturbed part, psi 0 plus psi prime, and this psi prime can be written as lambda 1 psi 1 lambda psi 1 plus lambda square psi 2 plus lambda cube psi 3. This 2, 3, etc. are order, okay, orders of perturbation that we will see later. So these are not corrections. So these are not strengths. These are but corrections to the wave function. What? Corrections. Corrections to wave functions. These are corrections to the wave functions. Clear? These are corrections to the wave function. This is the first order correction, this is the second order correction, and this is the third order correction. Clear? So these are the corrections to the wave functions. And similarly, the energy, total energy is equal to unperturbed energy plus the perturbed part E prime, plus the perturbed part E prime, and E prime can also be expanded as lambda E1 plus lambda square E2 plus lambda cube E3 etc. etc. And these are also the corrections to the energy. These are the corrections to the energy. Corrections to the energy. These are the corrections to the energy. Clear? So I hope this is very clear to you, and you all understood how a perturbation is applied and how a perturbing potential makes changes to the existing well-known Hamiltonian, well-known wave function, and well-known energy. Clear? So this is how a perturbation is applied. നിങ്ങളുടെ അടുത്ത
പരമവും പ്രധാനവുമായിട്ടുള്ള ലക്ഷ്യം അടുത്ത തവണത്തെ CSIR നെറ്റ് ഫിസിക്സ് പരീക്ഷ പാസ്സാകുക എന്നുള്ളതാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും മികച്ച സ്ഥാപനം എന്നുള്ളത് കോമ്പറ്റേറ്റീവ് ക്രാക്കർ തന്നെയാണ്. കാരണം ഓൺലൈൻ കോച്ചിങ്ങിന് അതിൻ്റേതായിട്ടുള്ള ഒത്തിരി മെച്ചങ്ങൾ ഇന്നത്തെ കാലത്തുണ്ട്. ഒന്ന്, നിങ്ങളുടേതായ സമയത്ത് നിങ്ങളുടേതായിട്ടുള്ള കംഫർട്ട് സോണിലിരുന്ന് നിങ്ങൾക്ക് നല്ലൊരു കോച്ചിങ് അധിക ഭാരിച്ച ചിലവില്ലാതെ നിങ്ങൾക്ക് കയ്യെത്തുന്ന ദൂരത്ത് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ മെച്ചം. ഇപ്പോൾ ഈ കാലത്തൊക്കെ ഓഫ്ലൈൻ കോച്ചിങ്ങിനൊക്കെ നല്ല ചിലവാണ്, ഭയങ്കരമായിട്ടുള്ള ചിലവ് ഒന്ന്. പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളത് വേറൊന്ന്. നാട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പോൾ നമ്മുടെ ഹെൽത്ത് ആകെ പ്രശ്നമാകും, ഫുഡിന് പ്രശ്നം, വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റേതായിട്ടുള്ള ടെൻഷൻ പ്രശ്നങ്ങൾ, ഇത് അങ്ങനെ ഒത്തിരി അധികം പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൺലൈൻ കോച്ചിങ്ങിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളില്ല എന്ന് മാത്രമല്ല, വി ആർ പ്രൊവൈഡിങ് ക്വാളിറ്റി കണ്ടൻറ്റ്. നമ്മൾ ഓഫ്ലൈൻ കോച്ചിങ്ങിൻ്റെ ദൂഷ്യവശങ്ങളെ മാത്രം ചൂഷണം ചെയ്തുകൊണ്ട് നമ്മൾ വിൽക്കാൻ തുടങ്ങുന്ന ഒരു പ്രോഡക്റ്റ് അല്ല നമ്മുടെ CSIR നെറ്റ് ഫിസിക്സ്. നമ്മുടെ കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റിയും നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് തന്നെയാണ് സമർപ്പിക്കുന്നത്. സോ അത്രയും ക്വാളിറ്റി ഉള്ളൊരു കണ്ടൻറ്റാണ് നമ്മൾ തരുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പരിപൂർണമായിട്ടും ഞങ്ങളുടെ കൂടെ വിശ്വസിച്ച് ജോയിൻ ചെയ്യാം. അടുത്ത തവണത്തെ പരീക്ഷയ്ക്ക് ആത്മാർത്ഥമായിട്ട് പഠിക്കാനാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളോടൊപ്പമുണ്ട്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ 60 ഡേ ഒരു ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്രാഷ് ബാച്ചിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ 60 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസ് പരമാവധി പഠിച്ചു തീർക്കാൻ 60 ദിവസം കൊണ്ട് നിങ്ങൾ അത്യധ്വാനം ചെയ്യേണ്ടി വരും. അക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല, അക്കാര്യത്തിൽ നമുക്ക് വേറെ മറുമരുന്നുമില്ല, അല്ലേ? പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് ഇഞ്ചക്ട് ചെയ്യാനുള്ള വേറൊരു മാർഗവും നമുക്കില്ല. അതുകൊണ്ട് പഠിക്കുക തന്നെ വേണം, അധ്വാനിക്കുക തന്നെ വേണം. അപ്പോൾ അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ, പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, നമ്മൾ ഒരുമിച്ച് മുന്നേറാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളോടൊപ്പം ഉണ്ട്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. ക്ലിയർ? സോ ഐ വെൽക്കം യു ഓൾ ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് എങ്ങനെയാണ് പെർട്ടർബേഷൻ അപ്ലൈ ചെയ്യുന്നത്, എന്താണ് പെർട്ടർബേഷൻ എന്നുള്ള കാര്യങ്ങളെ പറ്റിയാണ്. സോ as an example, if you think about a one-dimensional box of length L, x is equal to 0 to x is equal to L, and the potential inside V is equal to 0, and the potential outside is infinity. Potential outside is infinity, and we know what is the energy En0, unperturbed energy. We know, we all have studied n square pi square h cross square divided by 2m L square is the unperturbed energy. And also we know the unperturbed wave function. This is an asymmetric box, so sin of 0 is equal to under root 2 by L sin n pi x by L, isn't it? N pi x by L. We know all these things. Clear? So when I apply a perturbation, I have told you simply a kick to the bottom of the box. See, I have kicked to the bottom of the box and the shape of the box changed to this. So this even acts as a perturbation. So this act as this shape change will act as perturbation. This shape change act as perturbation. So all other things remains the same, but only the change in the shape of the bottom will change. Okay, so here we don't know what is the first order correction to the wave function, and also we don't know what is the first order correction to the energy, and it is our aim to find out the corrections to the wave function and corrections to the energy. That too may be in the first order, maybe in the second order, first order energy, second order in energy, etc. Okay, so we are moving to find out the first order corrections in wave function and the energy for the in the preliminary step. Clear? So let us focus on time independent perturbation theory. Time independent
perturbation theory. Time independent perturbation theory. So we know what is a time independent perturbation. We know the Schrodinger equation H psi is equal to E psi, and we know what is H. H is equal to minus H cross square by 2m into del square plus V of R, isn't it? Minus H cross square by 2m into del square plus V of R. Here there is no time dependent part. Here there is no time dependent part. There is no time dependent part, or there is no time dependency. And this time independent perturbation theory can be classified into two. One is non-degenerate perturbation theory and degenerate perturbation theory. The methods are entirely different. We will study each of them. In our classes, we have provided a detailed explanation on the time independent perturbation theory, that is the non-degenerate case and degenerate case are treated separately, and we have given ample amount of problems also. Okay, so non-degenerate perturbation theory, first category is non-degenerate perturbation theory, and the next is degenerate perturbation theory. Degenerate perturbation theory. So what is non-degenerate perturbation theory? The word itself is a definition. Non-degenerate perturbation theory means no two states are having same energy. No two states are having same energy. And degenerate perturbation theory means two or more states are having same energy. So two or more states are having same energy. Two or more states are having same energy. Two or more states are having same energy. So first we will concentrate on time independent non-degenerate perturbation theory. What? Time independent non-degenerate perturbation theory. So time independent non-degenerate perturbation theory. First we will discuss this time independent non-degenerate perturbation theory. See, I have a quantum system. Which is unperturbed initially, and I have the Hamiltonian as the H0, corresponding wave function as psi n0 or psi 0, and corresponding energy as E0. This is these are defined quantities for my quantum system, and a perturbation is acting on this quantum system. A perturbation is acting on this quantum system, and what happens? The Hamiltonian H becomes the total Hamiltonian. That means unperturbed plus the perturbed part. The wave function becomes psi 0 plus psi prime, and E becomes E0 plus E prime. E becomes E0 plus E prime, isn't it? So perturbed part plus unperturbed part. So this is my quantum system. So we know what is H. H is equal to the Hamiltonian operator. H is equal to H0 plus H prime. So this is equal to H0 plus what is H prime? Lambda H1 plus lambda square H2 plus lambda cube H3. Similarly, we can apply for psi and we can apply for energy E also. And I am applying it into the Schrodinger equation. Applying into the Schrodinger equation.
applying into H psi equals E psi, the Schrodinger equation, and I am treating this LHS. I am first consider in the left hand side. So LHS, what is LHS then? H0 plus lambda H1 plus lambda square plus lambda square H2, isn't it? Lambda square H2 plus lambda cube H3 into what? Psi. What is psi then? Psi 0 plus lambda psi 1 plus lambda square psi 2 plus lambda cube psi 3. Lambda cube psi 3. And then what will be the right hand side? Right hand side will be E psi, isn't it? So what is E? E is E0 plus lambda 1 E1 plus lambda square E2 plus lambda cube E3 into psi 0 plus lambda psi 1 plus lambda square psi 2 plus lambda cube psi 3. Lambda cube psi 3. And now what will we do? We will just equate the coefficients of lambda from both sides. We will equate the coefficients of lambda from both sides. There will be terms which are free from lambda. See, H0 is free from lambda, psi 0 is free from lambda, E0 and psi 0 from the RHS. So then we can first equate the terms which are free from lambda. Then what it will be? What will be the LHS? LHS will be H0 into psi 0, which will be equal to RHS. It will be E0 into psi 0. E0 into psi 0, isn't it? So this is called zeroth order perturbation. Zeroth order perturbation. Zeroth order perturbation. Now next you can equate the terms containing lambda. See, what are the terms containing lambda for the from the LHS? It will be what? From the LHS it will be H0 into, see, H0 into psi 1, isn't it? First term H0 into psi 1 plus next term will be H1 into psi 0. H1 into psi 0, isn't it? Are there any terms left? No. Into second for the RHS it will be E0 into psi 1 plus E1 into psi 0 plus E1 into psi 0. So this is for coefficient of lambda power 1. Clear? So this is called first order equation. This is called first order. Since the power of lambda is 1, so it's called first order. So first order perturbation equation. And then you can equate for the second order also for lambda square. So what is lambda square then? H0 into psi 2 plus H0 into psi 2 plus H1 into psi 1, isn't it? H1 into psi 1 plus next H2 into psi 0. H2 into psi 0, which is equal to E0 into psi 2 plus E1 into psi 1 plus E2 into psi 0. So this is what? This is corresponding to the second order. Because of lambda square, we equated the coefficients of lambda square from the both sides. So this is corresponding to second order. Clear? So let us first find out the first order perturbation. So let us discuss about first order perturbation. Zeroth order we know. What is zeroth order? Which is like which is analogous to the case of unperturbed state. So there is no need for discussion in that case. So let us first complete our discussion regarding first order perturbation.
first order perturbation theory. First order perturbation theory. So what is our first order equation? First order equation was H0 into psi 1 plus H1 into psi 0 equals E0 into psi 1 plus E1 into psi 0. E1 into psi 0. Just making it in the operator form, H0 into ket psi 1 plus H1 into ket psi 0 equals E0 into ket psi 1 plus E1 into ket psi 0. Okay, so next step, I am multiplying the above equation with the adjoint of psi 0, bra psi 0, just multiplying this. So just multiplying this. So see what it will be, psi 0 into H0 into psi 1 plus H1 plus psi 0 into psi 0 into H1 into psi 0 equals what? This E0 is a constant which can be taken outside, into psi 0 psi 1 plus E1 into psi 0 into psi 0. Is it clear? So just multiplied it. So if you think what is this psi 0, since these states are orthonormal, this will be the inner product of this will be equal to 0, because this is a dot product, both are normal to each other, so this will be 0. And we know, we assume that this Hamiltonian is a Hermitian. Since this Hamiltonian is a Hermitian, in the same manner the Hamiltonian acts with the ket vector, it can also act with the bra vector also. So this H0 acts with psi 0 and produce E0. Okay, so it produces E0, so that is E0 into psi 0 into psi 1 plus what it will be, psi 0 into H1 into psi 0, which will be equal to E0 into this term will go. So so what it will be, so that is E1 into psi 0 into psi 0, isn't it? Psi 0 into psi 0. And just as I explained in the previous step, this will also be 0. So you will get what you will get, this will be psi 0 into psi 0 will be equal to 1. So what will you get? You will get E1 equals first order correction to the energy, E1 equals psi 0 into H1 into psi 0. Psi 0 into H1 into psi 0. So you will get the first order correction as psi 0 into H1 into psi 0. Clear? So the first order correction to the energy, so first order correction to the energy in the nth state, first order correction to the energy in the nth state can be written as En1 equals psi n0 into H prime into psi n0. If you look at this carefully, you can see that this is nothing but this is an expectation value, calculation of expectation value, isn't it? So I can say that En1 equals what? En1 equals n H prime n. That is the expectation value of the given perturbation potential will give you the first order correction to the energy. Expectation value of the given perturbing potential will give you the first order correction to the energy. If you need to express this in terms of integrals, En1 equals integral psi n star H prime psi n d tau, psi n into d tau. Clear? So I hope this is very clear to you. So മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ 60 days ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം.
ഈ ഒരു വിവരം അറിഞ്ഞിട്ടില്ലാത്തവരിലേക്കും നിങ്ങൾ ഈ വിവരം എത്തിക്കുക. നിങ്ങൾക്ക് എല്ലാ റെക്കോർഡഡ് ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലോങ് ടേം ബാച്ചിന് ലഭിക്കുന്നത് പോലെ തന്നെ എല്ലാ റെക്കോർഡഡ് ക്ലാസ്സിലേക്കുമുള്ള ആക്സസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ലൈവ് സെഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ പ്രോബ്ലംസ് എക്സ്ക്ലൂസീവായിട്ട് പ്രോബ്ലംസ് മാത്രമായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ആവശ്യമായ ടെക്നിക്കൽ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നോട്ടുകൾ ലഭിക്കും. ഡെയിലി വർക്കൗട്ട് ആക്ടിവിറ്റീസ് ഉണ്ടാവും. വീക്കെൻഡ് എക്സാമുകൾ ഉണ്ടാവും. ക്യുമുലേറ്റീവ് എക്സാമുകൾ ഉണ്ടാവും. മോഡൽ എക്സാമുകൾ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാക്കേജിലൂടെയാണ് നിങ്ങളും കടന്നു പോവുക. നിങ്ങൾക്ക് യാതൊരു പരിഗണന കുറവും ലഭിക്കുന്നതല്ല. അങ്ങനെ അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. ലോങ് ടേം ബാച്ചിന് കിട്ടുന്നത് പോലെ തന്നെയുള്ള പരിഗണന അവരോടൊപ്പം തന്നെയുള്ള പരിഗണനയാണ് നിങ്ങൾക്ക് ലഭിക്കുക. കാരണം നിങ്ങളുടെ റിസൾട്ടും ഞങ്ങൾക്ക് വളരെ പ്രധാനമാണ്. സോ അതുകൊണ്ട് തന്നെ അടുത്ത CSIR പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ക്ലാസ് ബാച്ചിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. So we, for an example, we need to discuss about a constant perturbation. We need to discuss about a constant perturbation in one-dimensional box, in a 1D box. So we know this is one-dimensional box extending from 0 to L, and the perturbation is given as H prime is equal to B. H prime is equal to B, and this perturbation is being acted on 0 less than x less than L by 2. The box is extending from 0 to L, but the perturbation is acting on only up to 0 to L by 2 only. Okay, so we know what is the first order correction. We have to calculate the first order correction. We have to calculate the first order correction to the energy. First order correction to the energy for nth state. First order correction to the energy for the nth state. So we know what is the general wave function. Since it is an asymmetric box, so sin of 0 is equal to under root 2 by L sin n pi x by L, isn't it? Sin n pi x by L. So what is the first order correction to the energy? En1 is equal to n h prime n, or the expectation value of h prime, isn't it? So this is equal to what? Integral psi n star h prime psi n dx. Since it is a one-dimensional box, we can have only dx. There is no need for d tau. Clear? So therefore En1 equals what is that? Integral under root 2 by L sin n pi x by L into B into under root 2 by L sin n pi x by L into dx. Clear? So this is equal to, see, we have to apply the limits. What limit will you choose? Will you choose 0 to L or will you choose 0 to L by 2? You have to choose the limit which is common for both. Both means for the system and for the perturbing potential. Which limit is common for both system and perturbing potential? 0 to L by 2, isn't it? 0 to L by 2 is common for both. So you have to choose from 0 to L by 2. Clear? See, root 2 by L is into root 2 by L. It is a constant, so it can be taken out. So it will be 2 by L into B is a constant, it can also be taken out. Integral 0 to L by 2. What it will be? Sin square n pi x by L into dx. So this is equal to what? 2 by L into B into sin square. So what is that? Sin square n pi x by L dx. 0 to L by 2 is what? L by 4, isn't it? L by 4. I have told you what is the how can you calculate these limits in our classes. So L and L cancels, 2 and 4 cancels. So the first order correction will be B by 2. First order correction will be B by 2. So
so our energy will be, En will be equal to, what is the energy? Unperturbed energy is n square pi square h cross square divided by 2m L square plus first order correction is B by 2. First order correction is B by 2. If you are brave enough to calculate the second order correction, you can add that also. Okay, so this is how we calculate the correction, first order correction to the energy for a constant perturbation. So in our classes we have discussed about the perturbation which is not constant, and also we have discussed about linear harmonic oscillator, hydrogen atom, and such all other systems also. Clear? So I hope you have understood this and you have benefited from this class, and I welcome you all to Competitive Cracker and hoping to see you here. We will see you with another video. Thank you.